ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ നാടൻ പരിപ്പുവട. പെർഫെക്റ്റ് ആയ നല്ല നാടൻ ചായക്കട സ്റ്റൈലിലെ പരിപ്പുവട നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ വട ഉണ്ടാക്കാനായിട്ട് വടപ്പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ പീസ് പരിപ്പ്, അതായത് ഗ്രീൻ പീസിന്റെ പരിപ്പ്. അതല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ 250 ml കപ്പില് 2 കപ്പ് കടലപ്പരിപ്പ് നന്നായി കഴുകി ഒരു 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം കംപ്ലീറ്റ് മാറ്റണം കേട്ടോ. ഇനി ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 30 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ചുവന്ന ഉള്ളി തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചുവന്ന ഉള്ളി എടുക്കാൻ തീരെ നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സവാള എടുക്കാം. ഇനി ഈ ചുവന്ന ഉള്ളി ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിപ്പോ മിക്സറിന്റെ ചെറിയ ജാറിലിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പൊ ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇത്രയും മതി. അപ്പൊ ഈ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കുറേശ്ശെയായിട്ട് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ പരിപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കരുത്. ഇതുപോലെ ഇങ്ങനെ തരിതരിപ്പോടെ അരച്ചെടുക്കാം. ഞാനിപ്പോ മുഴുവൻ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വലിയ വലിയ പീസ് അരയാതെ കിടന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി ചുവന്ന ഉള്ളി ചതച്ചത്, ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളക് മുറിച്ചത്, ഒരു മീഡിയം പീസ് ഇഞ്ചി വളരെ ചെറുതായി മുറിച്ചത്, 5 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇതെല്ലാം കൂടി തിരുമി നന്നായിട്ട് കൈകൊണ്ട് തിരുമി ചേർക്കാം. അപ്പൊ നന്നായിട്ട് അമർത്തി തിരുമണം കേട്ടോ. അപ്പൊ നമ്മുടെ വടക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസ് ബോള് കയ്യിലെടുത്ത് ഇത് ഉള്ളം കൈ കൊണ്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. ഒരിക്കലും വിരലുകൾ കൊണ്ട് ഷേപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ സെന്റർ ഇങ്ങനെ കനത്തിലും സൈഡെല്ലാം ഇതുപോലെ തിന്നായിട്ടും കിട്ടും. അപ്പൊ ഇനി നമുക്കിത് വറുത്ത് കോരാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. വടക്കൂട്ടിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എണ്ണ കറക്റ്റ് ചൂടായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതിലേക്ക് വട ഇട്ട് കൊടുക്കാം. അപ്പൊ എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ സ്പൂൺ കൊണ്ട് ഇളക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ പതയൊക്കെ ഒന്ന് അങ്ങ് കുറഞ്ഞ് വട ഇങ്ങനെ പൊന്തി വരും. അപ്പൊ വട ഒന്ന് പൊന്തി വന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കോരി മാറ്റാം. അപ്പൊ പുറത്തിരിക്കുമ്പോൾ ഈ വട ഒന്നും കൂടി മൂത്ത് വരും. അപ്പൊ കുറച്ചുകൂടി ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാകും. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇതുപോലെ ട്രൈ ചെയ്യുക, കമന്റ്സ് എന്നെ അറിയിക്കുക. അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.